സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാം AI കാരിക്കേച്ചറുകൾ. നമ്മുടെ ജോലിയും ഹോബികളും രൂപവും വെച്ച് ChatGPT മിനിറ്റുകൾക്കുള്ളിൽ നൽകുന്ന ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടോ? പറഞ്ഞു തരാം. ChatGPTയിലെ ഇമേജ് ജനറേഷൻ സാങ്കേതിക വിദ്യയായ DALL-E ഉപയോഗിച്ചാണ് മിനിറ്റുകൾക്കുള്ളിൽ ഇത്തരം ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ജോലി, ഹോബികൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകിയാൽ AI നിങ്ങളുടെ ഒരു കാരിക്കേച്ചർ രൂപത്തിൽ അവതരിപ്പിക്കും. നമ്മുടെ മുഖഭാവങ്ങളും വ്യക്തിഗത വിവരങ്ങളും വിശകലനം ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ഒരു അതിശയോക്തി കലർന്ന കാർട്ടൂൺ കഥാപാത്രമാക്കി മാറ്റുന്ന രീതിയാണിത്. പലരും ഇത്തരം ചിത്രങ്ങൾ ആവേശത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുമുണ്ട്. ഈ ട്രെൻഡൊക്കെ രസകരമാണെങ്കിലും ഇതിൽ വലിയ അപകട സാധ്യതകളുണ്ടെന്നാണ് സൈബർ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രധാനമായും ഡാറ്റ ശേഖരണമാണ് ഇതിൽ വില്ലനാകുന്നത്. ഒരു മികച്ച കാരിക്കേച്ചർ ഉണ്ടാക്കാൻ ChatGPTക്ക് നിങ്ങളെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ ഫോട്ടോകൾ, വ്യക്തിഗത വിവരങ്ങൾ, ജോലിയുടെ സ്വഭാവം എന്നിവയെല്ലാം നിങ്ങൾ AIക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നൽകുന്ന ഈ വിവരങ്ങൾ ഭാവിയിൽ AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ കമ്പനികൾ ഉപയോഗിച്ചേക്കാം എന്നത് നിങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഭാവിയിൽ കമ്പനിയുടെ നയങ്ങളിൽ മാറ്റം വന്നാൽ ഈ വിവരങ്ങൾ നിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പരസ്യങ്ങൾക്കോ മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കപ്പെട്ടേക്കാം. ഒരിക്കൽ ഇന്റർനെറ്റിൽ പങ്കുവെക്കപ്പെടുന്ന വിവരങ്ങൾ എന്നേക്കുമായി അവിടെ അവശേഷിക്കുന്നു. ചുരുക്കത്തിൽ, തമാശയ്ക്കായി നൽകുന്ന ഈ വിവരങ്ങൾ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ സുരക്ഷയെ ബാധിച്ചേക്കാം. ഈ ട്രെൻഡിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ പണയപ്പെടുത്താതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ വിവരങ്ങൾ AI ശേഖരിക്കുന്നത് ഒഴിവാക്കാൻ ഡേറ്റ സേവ് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ടെമ്പററി ചാറ്റ് സെഷനുകൾ ഉപയോഗിക്കുക. ഒരു വൈറൽ ട്രെൻഡിന്റെ ഭാഗമാകാൻ വേണ്ടി നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ അവഗണിക്കാതിരിക്കുക. പൊതുവായി പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും AI പ്രോംപ്റ്റുകളിൽ ഉൾപ്പെടുത്താതിരിക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ രീതി.